എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വിവിധ സമയങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും ഇരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന, വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രത്യേകമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഓരോ കുടുംബങ്ങളായി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ അല്പസമയത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പ്രത്യേകമായി സന്ദേശത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് പറയുന്ന അല്പം നീണ്ട തലക്കെട്ടാണ്. എന്നിരുന്നാലും അത് വളരെ ചെറുതാക്കി തലക്കെട്ട് പറയാം. ഇസ്രായേലിൻ്റെ ഉത്സവങ്ങളും ദൈവിക പദ്ധതികളിലെ അതിപ്രധാനമായിരിക്കുന്ന സംഗതികൾ എന്നുള്ളതായ തലക്കെട്ടാണ് ഞാൻ വിശദീകരിക്കുന്നത്. അല്പമായിട്ടാണ് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എങ്കിലും അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അതൊരു വലിയൊരു അനുഗ്രഹമായി തീരും. അതുപോലെ തന്നെ അത് ഒരു ദൈവശക്തി, ഒരു ദൈവിക വിടുതലും പ്രാപിപ്പാൻ ദൈവം ഇടയാക്കി തീർക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവം സഹായിക്കട്ടെ. അതായത് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ഉത്സവങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. അത് പഴയ നിയമത്തിൽ തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ഉത്സവങ്ങളാണ്. ആ ഉത്സവങ്ങളെക്കുറിച്ച് പറയുന്നത് എൻ്റെ ഉത്സവങ്ങൾ എന്നാണ്, യഹോവയുടെ ഉത്സവങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവം തൻ്റെ ജനത്തിന് ഉത്സവങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമുക്ക് നാട്ടിൽ കുറേ ഉത്സവങ്ങളുണ്ട്. ആ ഉത്സവങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഉത്സവങ്ങളുടെ നാടാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിലെ ഉത്സവങ്ങളൊക്കെ കാർഷികോത്സവങ്ങൾ എന്നൊക്കെ പറയുന്നുവെങ്കിലും അതിൻ്റെ പുറകിലൊക്കെ ഓരോ മതത്തിൻ്റെതായ കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. നമുക്കറിയാം, വിഷു, ഓണം, ഇതൊക്കെ നമ്മുടെ ഉത്സവങ്ങളായി, കേരള ഉത്സവങ്ങൾ പോലെയുള്ള കേരളീയർ ഒരു എല്ലാ പ്രിയപ്പെട്ടവരും ആഘോഷിക്കുന്നതായ ഉത്സവങ്ങളാണ് ഓണം, വിഷു എന്നൊക്കെ പറയുന്നത്. അതിനൊക്കെ ഒരു ഹൈന്ദവ പശ്ചാത്തലവും അതിന് ആ നിലയിലൊക്കെ കാര്യങ്ങളുണ്ട്. എന്നാൽ അത് എല്ലാവരും ആഘോഷിക്കുന്നതായിട്ട് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ക്രൈസ്തവരുടെ ഇതുപോലെ തന്നെ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ കേരളീയർ ഒരുപോലെ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ മുസ്ലിംസിൻ്റെ അവരുടേതായ ഈദ്, മുഹറം, അതുപോലെ ബക്രീദ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുപോലെ അതൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അതൊരു ആഘോഷത്തിന് വേണ്ടിയാണ് ഈ ഉത്സവങ്ങളെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ കേരളത്തിലെ ഉത്സവങ്ങളുടെ നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് ഉത്സവങ്ങളെക്കുറിച്ച്, അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ദൈവം തൻ്റെ ജനത്തിനെ കൊടുത്തിരിക്കുന്ന ഉത്സവങ്ങൾ എന്ന് പറയുന്നത്, ദൈവം കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ അവർ എന്ത് ചെയ്യണം, മറന്നു പോകുവാനിടയാകരുത്. അവർ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്ന് അവർ എന്ത് ചെയ്യണം, ദൈവത്തെ നന്ദിയോടെ ദൈവത്തെ സേവിക്കണം, സ്തോത്രം ചെയ്യുവാനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനും ഇടയായിത്തീരണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കാതിരിപ്പാൻ, അങ്ങനെ ദൈവത്തിൽ ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഉടമകളായി തലമുറകൾ ഓരോരുത്തരും മാറുവാനായിട്ട് ഇടയാകണം. രണ്ടാമത്തേത്, അവർ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് തിരുത്തുവാനും ഏറ്റുപറയുവാനും ഒക്കെ ഒരു ക്രമീകരണം വരേണ്ടതായ കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ കൂടി വന്ന് ദൈവസഭ, അതായത് ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടി വന്ന് എന്ത് ചെയ്യണം, അവർ സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിൽ അല്ലെങ്കിൽ ആത്മീക കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് അവർ അങ്ങനെ കൂടി വന്ന് കൂട്ടായ്മ ആചരിച്ച് അവർ സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നിട്ട് ആ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിച്ച് അവരെ പറഞ്ഞയക്കുവാനായിട്ട് ഇടയാകണം. ഇതാണ് ഉത്സവത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നതായ താല്പര്യം എന്ന് പറയുവാനിടയായിത്തീരുന്നത്. അപ്പം ഉത്സവങ്ങളുടെ ലക്ഷ്യം എന്തെന്ന് നമുക്ക് തിരിച്ചറിയുവാനും, ദൈവം ആഗ്രഹിക്കുന്നത് അവരെ എന്ത് ചെയ്യണം, അവരെ അനുഗ്രഹത്തോടെ അവർ പോകുവാനായിട്ട് ഇടയാകണം. അവർ കൂടി വന്നത് അവരുടെ ജീവിതത്തിൽ സന്തോഷമായി തീരണം. അവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ, പരാജയങ്ങളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ക്രമീകരണം വരുത്തുവാനിടയാകണം. അവർ ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഇതിനാണ് ദൈവം ഉത്സവങ്ങളെ ഇസ്രായേൽ ജനത്തിന് നൽകുവാനായിട്ട് ഇടയായത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാൽ പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഉത്സവങ്ങൾ ഒരു ചടങ്ങ് പോലെ ഈ ലക്ഷ്യങ്ങൾ മറന്നുകൊണ്ട് ആഘോഷങ്ങൾ മാത്രമായി മാറുന്നതായ കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് എല്ലാ തലങ്ങളിലും, അതായത് ആത്മീയ കേന്ദ്രങ്ങളുടെ അകത്ത് വിശേഷമായ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും ആ പ്രോഗ്രാമുകളാണ് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ആത്മീയ കേന്ദ്രങ്ങളുടെ അകത്ത്, അല്ലെങ്കിൽ പള്ളിക്കകത്ത്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ അകത്ത് വിശേഷമായ കാര്യങ്ങൾ നടത്തുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, ജനം സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരണം. എന്നാൽ ആ അകത്തുള്ള ആത്മീയമായിരിക്കുന്ന ആ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനിടയാകാതെ അതിൽ ചിലർ മാത്രം, വളരെ ചുരുക്കം പേര് മാത്രമാണ് ആ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. എന്നാൽ ഉത്സവത്തിൻ്റെ ലക്ഷ്യം തെറ്റിക്കൊണ്ട് അവർ പുറത്തുള്ള ആഘോഷങ്ങളിലേക്ക് തിരിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നതായ തലക്കെട്ട് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. ഇസ്രായേലിൻ്റെ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ദൈവിക പദ്ധതികളിലെ അതിപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളുടെ നിഴല്, അല്ലെങ്കിൽ മർമ്മം, അല്ലെങ്കിൽ അതിൻ്റെ പഴയ നിയമ പശ്ചാത്തലങ്ങൾ, പഴയ നിയമ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്നതായ കാര്യങ്ങൾ, ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഭാവിയിൽ ദൈവം തൻ്റെ രാജ്യം ഭൂമിയിൽ എപ്പോൾ സ്ഥാപിക്കും എന്നുള്ളതിൻ്റെ ഒരു നിഴലായിട്ട് അത് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തേത് ദൈവത്തിൻ്റെ കാര്യപരിപാടികളിൽ ഘടികാരങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് ഒരു ക്ലോക്ക് പോലെ നമുക്ക് ആ ഉത്സവങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ ആ പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
പുതിയ നിയമ സഭയുടെ ബന്ധത്തിൽ നമുക്ക് അതിപ്രധാനമായിരിക്കുന്ന വിശേഷമായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഈ ഉത്സവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്നും അനേകം യഹൂദന്മാർ വിശ്വസിച്ച് വരുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഉത്സവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇന്നും അന്നത്തെ കാലത്തും അനേക ആയിരങ്ങൾ യഹൂദന്മാർ കർത്താവിൽ വിശ്വസിക്കുന്നതും രക്ഷിക്കപ്പെടുന്നതും കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഉത്സവങ്ങളുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ ഉത്സവങ്ങളെക്കുറിച്ചുള്ള പഠിക്കേണ്ടതായ അല്ലെങ്കിൽ ദൈവം ചെയ്തതായ അതിപ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ, ദൈവിക പദ്ധതികളിലെ അതിപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളാണ് ഉത്സവങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ലേവ്യ പുസ്തകം 23-ാം അധ്യായം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉത്സവങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മറ്റ് ഭാഗങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ ഇന്ന് ചിന്തിക്കുന്നത് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ 7 ഉത്സവങ്ങളെക്കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 7 ഉത്സവങ്ങൾ എന്ന് പറയുന്നത്: 1 പെസഹ, 2 പുളിപ്പില്ലാത്ത പെരുന്നാൾ, 3 ആദിഫല കറ്റ പെരുന്നാൾ, 4 പെന്തക്കോസ്ത പെരുന്നാൾ, 5 കാഹളനാഥ പെരുന്നാൾ, 6 അതായത് 5 നമ്മൾ ചിന്തിച്ചത് കാഹളനാഥ പെരുന്നാൾ, 6-ാമത്തേത് മഹാപാപ പരിഹാര ദിന പെരുന്നാൾ, 7 കൂടാര പെരുന്നാൾ. ഇങ്ങനെ നമുക്ക് 7ആയിട്ട് തിരിക്കാനായിട്ട് കഴിയും. ഞാൻ നോക്കി വായിക്കുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ച് പറയുവാനായിട്ട് ഇടയായിട്ടില്ല. അതുകൊണ്ടാണ് ചെറിയ ഗ്യാപ്പ് വരുവാനൊക്കെ ഇടയായിത്തീർന്നത്. നിങ്ങളത് ക്ഷമിക്കുമല്ലോ. അപ്പോൾ 7 ഉത്സവങ്ങൾ നമുക്ക് ഈ 23-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറയുന്നത് പെസഹയാണ്. പെസഹ എന്തിനെക്കുറിച്ച് കാണിക്കുന്നു? അവർ മറക്കുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇസ്രായേൽ ജനം ഒരിക്കലും മറക്കുവാൻ പാടില്ല. എന്താണ് അതിന്? ഇസ്രായേൽ ജനം ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ പോകുവാനിടയായി തോന്നുന്നു. ഏകദേശം 430 വർഷം അവർ കഠിനമായ അടിമത്തത്തിലേക്ക് പോകുവാനിടയായി. അവരെ വിടുവിക്കുവാനായിട്ട് ദൈവം ഒരു പദ്ധതി ഒരുക്കി. മോശയിലൂടെ പദ്ധതി ഒരുക്കിക്കൊണ്ട് ദൈവം ആലോചന കൊടുത്ത പ്രകാരം എന്ത് ചെയ്തിരിക്കുക? അവസാനത്തെ ബാധയായിരിക്കുന്ന കടിഞ്ഞൂൽ സംഹാരം, മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കടിഞ്ഞൂലായിരിക്കുന്ന എല്ലാത്തിനെയും സംഹരിക്കുവാൻ തക്കോണം അവസാനത്തേതായ 10ാമത്തെ ബാധ അയക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഒരു രക്ഷയുടെ മാർഗ്ഗമാണ് കടിഞ്ഞൂൽ സംഹാരകൻ കയറാതെ ആ ഭവനത്തിൽ മരണം ഇല്ലാതിരിക്കാനായിട്ട് ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. എന്താണ്? പെസഹ കുഞ്ഞാടിനെ അറുത്തിട്ട് ആ കുഞ്ഞാടിന്റെ രക്തം വീടിന്റെ കട്ടിളപ്പടിമേലും പുരട്ടുക. ആ പുരട്ടിയ ഭവനങ്ങളിൽ സംഹാരകൻ കയറുകയില്ല. അപ്പോൾ പുരട്ടാതിരിക്കുന്ന ഭവനങ്ങളിൽ സംഹാരകൻ കയറി മനുഷ്യരെയും മൃഗങ്ങളുടെ മേലും കടിഞ്ഞൂൽ സംഹാരം നടത്തുവാനിടയായി. അപ്പോൾ ആ രക്തമുഖാന്തരമുള്ള ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു സംരക്ഷണത്തെ അവർ ഓർക്കുവാനായിട്ട് ഇടയായി. ഈ 10ാമത്തെ ബാധ അയച്ചപ്പോഴാണ് ഫറവോനും സൈന്യവും തന്റെ രാജ്യവും ഇവരെ പറഞ്ഞയക്കുവാനായിട്ട് തീരുമാനമെടുക്കുന്നത്. അതുവരെയും ഇവരെ എന്ത് ചെയ്യുന്നില്ല? അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് അവർ തീരുമാനമെടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാണുവാൻ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ചത്, ഈ ദൈവം ചെയ്ത ഉപകാരം, അവരെ രക്ഷിച്ച വിധം, ആ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഫറവോൻ എടുത്ത തീരുമാനത്തിന് കാരണമായി തീർന്ന് കടിഞ്ഞൂൽ സംഹാരമാണ്. ആ കാര്യങ്ങളെ ഓർക്കുവാൻ വേണ്ടിയാണ് ദൈവം പെസഹ ആചരിപ്പാനിടയായി തീർന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഉത്സവം എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. ഇത് രണ്ടും ചേർന്ന് വരുന്ന പെരുന്നാൾ. ഇത് പെസഹയാണെങ്കിൽ അടുത്ത ദിവസം എന്ത് ചെയ്യണം? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് ഇടയായി തീരണം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം അവിടുന്ന് തിടുക്കത്തിൽ ഈജിപ്തിൽ നിന്ന് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടതിനെ ഓർക്കുവാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവരുടെ അപ്പം എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? പുളിപ്പ് വരുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ആ രാത്രിയിൽ തന്നെ അവർ പുറപ്പെടുകയാണ്. അപ്പോൾ ദൈവം ആഗ്രഹിച്ചത് എന്തെന്ന് പറഞ്ഞാൽ അവിടെ അത് ഓർക്കുവാനായിട്ട് ഇടയാകും. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അതിന്റെ ആ നാട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, ഈജിപ്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ നിലയിൽ അടിമകളായിട്ട് തന്നെ കഴിയേണ്ടതുണ്ട്. എന്നാൽ അവിടെ നിന്ന് പുറപ്പെടുന്നതിൻ്റെ, ഈജിപ്തിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിനെ കുറിച്ച് ഓർക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ, ഉത്സവം നടത്തുവാനായിട്ട് അവരോട് കൽപ്പിക്കുവാനിടയായി തീർന്നു. അപ്പം എന്ത് ചെയ്യണം? ഒന്നാമത്തേത്, ആ ഫറവോനും സൈന്യവും അവരുടെ രാജ്യവും എടുത്ത തീരുമാനം, കടിഞ്ഞൂൽ സംഹാരം. ഇസ്രായേൽ ജനത്തിന് മാത്രം സംഹാരം ഉണ്ടാകുവാനിടയായില്ല. അവർ രക്ഷിക്കപ്പെടുവാനും ഫറവോ തീരുമാനം എടുത്തു അവരെ അവിടെ നിന്ന് പുറപ്പെടുവാനായിട്ട് പുറപ്പെടുവിക്കാൻ തീരുമാനമെടുക്കുവാൻ, കൽപ്പന പുറപ്പെടുവാനിടയായി തോന്നും. രണ്ടാമത്തെ പുളിപ്പില്ലാത്ത പെരുന്നാൾ എന്ന് പറയുന്നത് അവർ ആ രാത്രിയിൽ തന്നെ എന്ത് ചെയ്തിരിക്കുക? അവിടെ നിന്ന് മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് ഇടയായി. ഇത് ഓർക്കുവാനാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഈ പെരുന്നാൾ വിവരിച്ചതിന് ശേഷം നമുക്ക് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യം എപ്പോൾ വരും എന്നുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. മൂന്നാമത്തെ പെരുന്നാൾ ആദിഫല കറ്റ പെരുന്നാൾ. നിങ്ങൾ ലേവ്യ പുസ്തകം 23 കാണുവാനായിട്ട് കഴിയും. ആദിഫല കറ്റ പെരുന്നാൾ എന്ന് പറയുന്നത് അവർ ചെന്ന് എന്ത് ചെയ്തിരിക്കുക? കൊയ്ത്ത് വിതയ്ക്കുവാനും അതുപോലെ തന്നെ കൊയ്യുവാനിടയായി തീരുമ്പോൾ ആദ്യത്തെ കറ്റയെടുത്ത് ആലയത്തിൽ കൊണ്ടുവന്ന് അവരെന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നീരാജനം ചെയ്യുവാനായിട്ട് ഇടയാകും. അപ്പം ദൈവം അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് അവർ ദേശത്ത് കടന്നു വന്ന് അവർ വിതയ്ക്കുവാനും അതിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക? ആദിഫല കറ്റ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന അതിനെക്കുറിച്ചുള്ള ഓർമ്മയ്ക്ക് വേണ്ടി അവർ അങ്ങനെ അപ്രകാരം ചെയ്യുവാനായിട്ട് ദൈവം കൽപ്പിക്കുവാനിടയായി തീർന്നു. അതിനെ ഓർക്കുന്ന, എല്ലാ വർഷവും ഓർക്കുവാനായിട്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾ, അവരുടെ കാർഷിക വിളയെ, കാലാവസ്ഥയെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായിട്ട് കൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്സവമാണ് ആദിഫല കറ്റ പെരുന്നാൾ.
നാലാമത്തേത് എന്ന് പറയുന്നത് പെന്തക്കുസ്ത പെരുന്നാളാണ്. പെസഹായ്ക്ക് ശേഷം 50-ാമത്തെ ദിവസം ഉള്ള ഒരു പെരുന്നാളാണ് പെന്തക്കുസ്ത തിരുനാൾ എന്ന് പറയുന്നത്. പിന്നീട് അതിനുശേഷം വരുന്ന പെരുന്നാളാണ് കാഹളനാഥ പെരുന്നാൾ. പിന്നീട് അതിനുശേഷം മഹാപാപ പരിഹാര പെരുന്നാളായിട്ട് പറയുവാനൊക്കെ ഇടയായിത്തീരും. അവസാനത്തേത് കൂടാര പെരുന്നാളാണ്. കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത് മഹാപാപ പരിഹാര പെരുന്നാൾ എന്ന് പറയുന്നത് ദൈവം അവരോട് കൂടെ വസിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ അടുക്കൽ വരുവാനായിട്ട് ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതനെ അവകാശം കൊടുക്കുകയും ആ മഹാപുരോഹിതൻ എന്ത് ചെയ്യണം? വിശേഷ വസ്ത്രം ധരിച്ച് കയ്യിൽ ആടിൻ്റെ രക്തവുമായി അതിൽ പ്രവേശിപ്പാനിടയായിത്തീരണം. അത് ആണ്ടിലൊരിക്കൽ മാത്രമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രവേശനം, ദൈവം അവരുടെ നടുവിൽ വസിക്കുകയും അത് മാത്രമല്ല അവിടേക്ക് ആ സ്ഥലത്തേക്ക് പ്രവേശനം ദൈവം ഒരുക്കി, ദൈവം നമ്മുടെ നടുവിൽ വസിക്കുന്നു എന്ന് ഓർക്കേണ്ടതിനും അവൻ്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയേണ്ടതിനുള്ള ഒരു മാർഗ്ഗത്തെക്കുറിച്ചൊക്കെ ഓർക്കുവാനായിട്ട് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്സവമാണ് മഹാപാപ പരിഹാര പെരുന്നാൾ. അതായത് അവൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് കഴിയുന്ന ഒരു സംവിധാനം. അവിടെ രണ്ട് കാര്യമാണ്. ഒന്ന്, ദൈവം അവരുടെ നടുവിൽ വസിക്കുന്നു. രണ്ട്, ആ വസിക്കുന്നതിൻ്റെ അടുത്തേക്ക് മഹാപുരോഹിതന് മാത്രം രക്തം കയ്യിലേന്തിക്കൊണ്ട് പ്രവേശിക്കുവാൻ കഴിയുന്നതായ നിലകളിൽ അതിനുശേഷം മഹാപുരോഹിതനെ അവർ ആശീർവദിക്കുന്നതായ ഒരു കാര്യത്തെക്കുറിച്ചും അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത് ദൈവം സ്വത്രം എന്ത് ചെയ്തിരിക്കുക? അവർ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് കൂടാരങ്ങൾ അടിച്ച് അവർ താമസിച്ചു. അവർ പിന്നത്തേതിലെ കൂടാരങ്ങൾ മാറ്റിയടിച്ച് വേറൊരു ദേശത്തേക്കൊക്കെ പോകുന്നതായി ദൈവം പറഞ്ഞു. മേഘം പൊങ്ങുന്ന നാളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടാരത്തിൻ്റെ കുറ്റികളൊക്കെ അഴിച്ച് നിങ്ങൾ പുറപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെ കൂടാരങ്ങളിൽ പാർത്തത് ഓർത്ത് അവരെ യാത്രകൾ ദൈവം നടത്തിയൊക്കെല്ലാം ഓർത്ത് ഉള്ള ഒരു ഉത്സവമാണ് കൂടാര പെരുന്നാൾ എന്ന് പറയും. യഹൂദന്മാർ കൂടാരങ്ങൾ അടിച്ച് അവർ യെരുശലേമിൽ ചുറ്റുപാടും അവർ താമസിക്കുന്നതായിട്ട് നമുക്ക് ചില വീഡിയോസൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ചിന്തിച്ചതായ 7 ഉത്സവങ്ങൾ, അത് എങ്ങനെയാണ് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ യഹൂദൻ ഇത് പറയുമ്പോൾ വിശ്വസിച്ച് യേശുവിനെ അംഗീകരിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എപ്പോഴാണ് ദൈവരാജ്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ദൈവരാജ്യം വരണമെന്ന പ്രാർത്ഥനയുടെ മറുപടി ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഈ 3 കൂട്ടം കാര്യങ്ങളിൽ വേഗത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരാം. പെസഹാ പെരുന്നാൾ എന്ന് പറയുവാനിടയായിത്തീരുന്നത് അടിമത്തത്തിലേക്ക് പോയ ഇസ്രായേൽ ജനത്തെ ഭരിച്ചിരുന്നത് ഫറവോനും അവൻ്റെ സൈന്യവും അവൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബന്ധത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മെ പാപം ചെയ്ത് നമ്മളെ അന്ധകാര ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തി അന്ധകാര ശക്തികൾ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സാഹചര്യത്തെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവ കുഞ്ഞാടായിരിക്കുന്ന യേശുവിൻ്റെ രക്തം എടുത്ത് നമ്മെ മുദ്രയിട്ട് ആ അന്ധകാര ശക്തികളുടെ ബലത്തെ കെടുത്തിക്കളയുവാൻ, പിശാചിനെയും അന്ധകാര ശക്തികളെയും മാറ്റിക്കൊണ്ട് എന്ത് ചെയ്തിരിക്കുക? നമുക്ക് ആ ഫറവോൻ്റെയും പിശാചിനെയും അവൻ്റെ അന്ധകാര ശക്തികളെയും നമ്മിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് യേശുക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരം ദൈവം ഭാഗെ വിശുദ്ധരായി തീരുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർന്നു. അതിനെയാണ് നമുക്ക് പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു എന്ന് നമുക്ക് തിരുവഴുത്തിൽ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മളുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു. ആ രക്തമുഖാന്തരം നമുക്ക് പിശാചിന് അന്ധകാര ശക്തികളിൽ നിന്ന് മാറ്റം വരുവാനും ആ രക്തം പുരട്ടിയ ഭവനങ്ങളിൽ സംഹാരകൻ കയറാൻ കഴിയാതെ വണ്ണം ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലെ അന്ധകാര ശക്തികൾക്ക് കയറുവാനോ സ്വാധീനിക്കാനോ നിയന്ത്രിക്കുവാനോ കഴിയാതെ വണ്ണം യേശുവിൻ്റെ രക്തം യേശുവിനെ സ്വീകരിച്ച് ആ പ്രിയപ്പെട്ട ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുവാനായിട്ട് ഇടയാകും. ദൈവം ഭാഗെ വിശുദ്ധരാക്കി തീർക്കുവാനാണ് യേശുവിൻ്റെ രക്തം നമുക്ക് സഹായകമായി തീർന്നത്. പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ യേശുക്രിസ്തു പാപങ്ങളെ പരിഹാരം വരുത്തിയതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ആ യാഗത്തെ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു തരികയും ആ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ച് ദൈവം ഭാഗെ വിശുദ്ധരായി തീർക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ പെസഹ പെരുന്നാൾ. രണ്ടാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിൻ്റെ ഓർമ്മയാണ്. ആ മിസ്രൈം രാജ്യത്തിൽ നിന്ന് പുറപ്പെടുവിച്ചതിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ നമുക്ക് പഴയ സ്വഭാവത്തിൽ നിന്ന് അന്ധകാരത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കുള്ള ഒരു പ്രവേശനം, ഒരു പുറപ്പാട് ദൈവം നമുക്ക് നൽകി തരുവാനിടയായി. മിസ്രൈം രാജ്യം ഈജിപ്ത് എന്ന രാജ്യത്തിൽ നിന്ന് പുറപ്പെട്ട് അവർ എവിടേക്ക് പുറപ്പെട്ടു? കനാൻ ദേശത്തേക്ക് പുറപ്പെടുവാനിടയായി. ഇതുപോലെ അന്ധകാര ശക്തികൾ നിയന്ത്രിച്ചിരുന്ന ആ രാജ്യത്തിൽ നിന്ന് പൈശാചിക രാജ്യത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചുകൊണ്ട് എന്ത് ചെയ്തിരിക്കുക? ദൈവരാജ്യത്തിലേക്ക് പുറപ്പെടുവാനിടയായി തീർന്നു. ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അക്ഷരികമായി ഇനി വരുന്നുണ്ട് അല്ലെ? ദൈവരാജ്യം എന്ന് പറയുന്ന ആരുടെ ഹൃദയത്തിലാണോ? ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെയാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ കാണിക്കുന്നത്. നമ്മളെ ഹൃദയത്തിൽ അന്ധകാര ശക്തികളൊക്കെ കുടിവാണപ്പോൾ നമ്മുടെ ഹൃദയം അന്ധകാര ശക്തികളുടെ പൈശാചിക മണ്ഡലങ്ങളിലായിത്തീർന്നു. എന്നാൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ ദൈവം രാജാവാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിച്ചപ്പോൾ ആ ഹൃദയം ദൈവരാജ്യമാകുവാനിടയായി. ദൈവം ഒരുക്കുന്ന ദൈവരാജ്യത്തിലേക്ക് ദൈവം ആത്മാവായി വസിച്ച ആരുടെ ജീവിതമാണോ അവൻ്റെ അകത്തെ മനുഷ്യൻ വീണ്ടും ജനിച്ചതുകൊണ്ട്, ആത്മാവിനാൽ വീണ്ടും ജനിച്ചതുകൊണ്ട്, അവൻ നിത്യജീവനെ പ്രാപിച്ചതുകൊണ്ട് അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നു. ഈ ആത്മീക സത്യങ്ങളാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഉത്സവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനെ പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കാണിക്കുന്നത് ഞാൻ നേരത്തെ പറയുവാനിടയായി തീർന്നു. മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിനെ കുറിച്ചുള്ള ഓർമ്മയാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. അവരുടെ അപ്പമൊക്കെ പുളിപ്പിക്കാൻ വെച്ചു, പക്ഷെ പുളിപ്പിക്കുന്നതിന് മുൻപേ അന്ന് അവർ പുറപ്പെടുവാനിടയായി തീർന്നു. അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിനെ കുറിച്ചുള്ള ഓർമ്മ പെരുന്നാളാണ് ആ കാര്യം. നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നമുക്ക് കാണിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ
ദൈവം വസിക്കുന്നു, ദൈവാത്മാവ് വസിക്കുന്നു. ദൈവം വസിച്ചതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുന്ന ആ നിത്യജീവനെ നമ്മൾ പ്രാപിച്ച് ദൈവ മക്കളായി തീരുന്ന ആ നിത്യജീവനെ പ്രാപിച്ചവരെല്ലാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നു. ഈ ആത്മീക സത്യങ്ങളാണ് നമ്മളെ പെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നത്. ആദിഫലക്കറ്റ എന്ന് പറയുന്നത് യേശുക്രിസ്തു പുതിയ നിയമത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ, ക്രിസ്ത്യാനിയോടുള്ള ബന്ധത്തിൽ അതിപ്രധാനമായിരിക്കുന്ന കാര്യം, യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുന്നത് മരിച്ചവരിൽ ആദിജാതനായി അവൻ ഉയർപ്പിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതായ അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം, ആദിഫലക്കറ്റയായി ആമേൻ ആ പെരുന്നാളിനെ കൊടുത്തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനെ ബന്ധപ്പെടുത്തിയാണ്. അത് നമ്മെ സംബന്ധിച്ച്, പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ച്, ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. പാപം സംബന്ധിച്ച് മരിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ദാനമായി നൽകേണ്ടതിന് അവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കാഹളനാഥ പെരുന്നാളാണ് മൂന്നാമത്തേത്. അത് ഒരുമിച്ച് നടക്കേണ്ട പെരുന്നാളുകളാണ്, ഒരുമിച്ച് അടുത്തടുത്ത ദിവസങ്ങളിൽ നടക്കേണ്ട പെരുന്നാളുകളാണ്. അപ്പോൾ 50ാമത്തെ ദിവസമാണ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ശിഷ്യന്മാരുടെ മേലെ വരുവാനിടയായി തീർന്നത്. ശിഷ്യന്മാരും മാതാവും ഒരുമിച്ച് മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്നപ്പോൾ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകരുവാനിടയായി തീർന്നു. അവരുടെ മേൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ഈ ശബ്ദവും ഈ കാറ്റും വലിയ കാര്യങ്ങളൊക്കെ കണ്ട് കൂടി വന്ന ജനത്തോട് പത്രോസും യോഹന്നാനും 11 പേരും എഴുന്നേറ്റ് നിന്ന് അവരോട് സംസാരിപ്പാനിടയായി തീർന്നു. അങ്ങനെ അവർ എന്ത് ചെയ്തിരിക്കുക, ഈ ദൈവത്തിന്റെ വചനം അവർ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ പത്രോസും അവരെ വിളിച്ചു പറയാനിടയായി തീർന്നു. മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, വേർപെട്ട് നിൽക്കണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളണം, അപ്പം നുറുക്കുവാനായിട്ട് ഇടയാകണം, കൂട്ടായ്മ ആചരിക്കണം എന്ന് പറഞ്ഞ് അവരെ ഓർമ്മപ്പെടുത്തുവാനിടയായി, പ്രസംഗിക്കുവാനിടയായി തീർന്നു. അത് കേട്ട് അങ്ങനെ കൈക്കൊണ്ടവരെ, അങ്ങനെ നിന്നവരാണ് ആദിമ സഭ എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ സഭ സ്ഥാപിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ വരവോടെയാണ്. പരിശുദ്ധാത്മാവിനാൽ അവർ ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോഴാണ് അനേകരെ വിശ്വസിക്കുവാനും, വിശ്വസിച്ചിട്ട് ഒരു കൂട്ടം 3000-ഓളം പേർ അവരോട് ചേർന്ന് നിൽക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഇവിടെ പാരമ്പര്യമല്ല അമ്മയെ സഭ സ്ഥാപിക്കപ്പെടുവാനിടയായി തീർന്നത്. അതിനു മുൻപേ അമ്മയെ കൂടി വന്ന ജനത്തിന് മുൻപേ ഒരു ദൈവവചനം, ദൈവാലോചന അവിടെ വിളിച്ചു പറയുവാനിടയായി തീർന്നു. അതിനു മുൻപേ പരിശുദ്ധാത്മാവ് ആമെ ഇറങ്ങി വരുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിനാലാണ് സഭ സ്ഥാപിക്കപ്പെടുവാനിടയായി തീർന്നു. ഇപ്പോൾ കാഹളനാഥ പെരുന്നാൾ കഴിഞ്ഞ് പെസഹായ്ക്ക് 50 ദിവസങ്ങൾക്ക് ശേഷം ഉള്ള പെരുന്നാൾ പെന്തക്കോസ്താ ദിനം. അപ്പോൾ സഭ സ്ഥാപിക്കപ്പെട്ടത് ആമെ പരിശുദ്ധാത്മാവിനാൽ സഭ രൂപീകൃതമായത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ലോക്കൽ സഭ, ആമെ ദൈവത്തിൻ്റെ സഭ, അതിൽ വളരെ ഉത്സാഹികളായി, ആമെ വളരെ ആത്മാർത്ഥമായി ചുമൽ കൊടുക്കുന്നവരായി, വളരെ സഹകരിക്കുന്നവരായി തീരുവാൻ, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്നവരായി തീരുവാൻ ഇടയാകണം. സഭ ഏതാണ്? ദൈവവചന പ്രകാരം നിലനിൽക്കുന്നവരാണ് സഭ. പാരമ്പര്യമായി നിലനിൽക്കുന്നവരല്ല സഭ. അത് സംഘടനയാണ്. ദൈവവചനത്തിന്മേൽ ബേസ് ചെയ്തുകൊണ്ട് പത്രോസും ശിഷ്യന്മാരും പ്രസംഗിച്ച ആ തിരുവചന ഭാഗങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ദൈവസഭ. അതിലെ സ്നാനം ആവശ്യമാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്, വേർപാട് ആവശ്യമാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്, അപ്പവും വീഞ്ഞും ആമേ നമുക്ക് പങ്കാളികളായി തീരേണ്ടതാണ്, കൂട്ടായ്മ ആചരിപ്പാനായിട്ട് ഇടയായി തീരണം. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഇതുവരെയും നിറവേറിയ പ്രവചനങ്ങളാണ്, ഉത്സവങ്ങൾ നിറവേറിയതാണ് പുതിയ നിയമ ബന്ധത്തോടുള്ള ബന്ധത്തിൽ. ഇനി നടക്കേണ്ടതായ കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഇന്നത്തേതിൽ കാഹളനാഥ പെരുന്നാൾ. കാഹളനാഥ പെരുന്നാൾ കാണിക്കുന്നത് എന്താണ്? ദൈവസഭ ഇസ്രായേൽ, ദൈവസഭ എന്ന് പറയുന്നത് ഇസ്രായേൽ സഭ മരുഭൂമിയിൽ പാളയം ഇറങ്ങിയപ്പോൾ അമ്മേ പുരോഹിതന്മാർ എന്ത് ചെയ്യും? കാഹളനാഥം ശക്തമായി ഊതുവാനായിട്ട് ഇടയായിത്തീരും. എന്ത് ചെയ്യണം? ആമേ അപ്പോൾ പാളയത്തിൻ്റെ കുറ്റികളൊക്കെ പറിച്ച് ജനം അടുത്ത സ്ഥലത്തേക്ക് ആമേ പുറപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. ഇതിനെ ഓർമ്മപ്പെടുത്തുന്ന തിരുനാളാണ് കാഹളനാഥ പെരുന്നാൾ. മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതിന് വേണ്ടി പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, കാഹളനാഥം കേൾക്കുമ്പോൾ മരിച്ചവരും ജീവനോടിരിക്കുന്നവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുവാനായിട്ട് ഇടയാകും. കാഹളനാഥം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കും. ജീവനോടിരിക്കുന്നവരും അല്ലേ നിമിഷ നേരം കൊണ്ട് അവർ എന്ത് ചെയ്യും? കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുവാനിടയാകും. കർത്താവിനെ കാണുന്ന സമയത്ത് നാം അവനെ പോലെ ആയിത്തീരും. ഈ ശരീരം വീണ്ടെടുക്കപ്പെടുവാനിടയാകും. നഷ്ടപ്പെട്ട തേജസ് പ്രാപിക്കുവാനായിട്ടിടയാകും. കർത്താവിനെ പോലെ നാം ആയിത്തീരുവാനിടയാകും. മറ്റൊരിടത്തേക്ക് ദൈവസഭ മാറുവാനായിട്ടിടയാകും. ഈ ഭൂമിയിൽ ഈ താഴ്ചയുള്ള ശരീരം മാറി പുതിയൊരിടത്തേക്ക് ദൈവസഭയെ ദൈവം നടത്തുവാനായിട്ടിടയാകും. കാഹളനാഥ പെരുന്നാൾ അതാണ് നമ്മെ കാണിക്കുന്നത്. നമുക്ക് ഒരു തേജസ് പ്രാപിക്കേണ്ടതുണ്ട്. ഈ ശരീരം വീണ്ടെടുക്കപ്പെടേണ്ടതുണ്ട്. കാഹളനാഥം കേൾക്കുമ്പോൾ അത് സംഭവിപ്പാനിടയായിത്തീരും. അതാണ് കാഹളനാഥ പെരുന്നാൾ. പിന്നത്തേതിൽ നടക്കേണ്ട കാര്യമാണ്, ഈ കാഹളനാഥം കേൾക്കുവാനാണ് നാം ഈ തിരുവചന പ്രകാരം ദൈവസഭയോടുള്ള ബന്ധത്തിൽ എന്തൊക്കെയാണോ നാം അനുഷ്ഠിക്കേണ്ടത് അതൊക്കെ ചെയ്യാൻ ഉള്ള കാര്യം. അവരാണ് ഈ കാഹളനാഥം കേൾക്കുകയുള്ളൂ. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ
മരിച്ച ലാസർ മാത്രമാണ് പുറത്തു വന്നത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ലാസർമാർ പുറത്തു വരുവാനിടയായില്ല. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, കാഹളനാദം കേൾക്കുവാൻ ഒക്കെ നമുക്കിടയായി തീരണം. നമുക്ക് മറ്റൊരിടത്തേക്ക് പോകേണ്ടതുണ്ട്, തേജസ് പ്രാപിക്കേണ്ടതുണ്ട്. അടുത്ത പെരുന്നാളാണ് കാഹളനാദ പെരുന്നാൾ, പാപപരിഹാര ദിനം. അത് വേഗത്തിൽ പറയാം. ഇവിടെ ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം വലിയ പീഡനങ്ങൾ, മഹോപദ്രവങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയാകും. അന്നും അനേകായിരങ്ങൾ യേശുവിനെ സ്വീകരിപ്പാനിടയായിത്തീരും. പക്ഷേ അവർക്ക് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ രക്തസാക്ഷിത്വങ്ങൾ നടക്കുവാനായിട്ടിടയാകേണ്ടി വരും. അതുപോലെ യഹൂദനും വലിയ രീതിയിൽ ആക്രമിക്കപ്പെടും. ആ സമയത്ത് അവർ മഹാപാപ പരിഹാര പെരുന്നാളാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ആ സമയത്ത് മരിക്കാത്തതായ രണ്ട് പ്രിയപ്പെട്ടവരെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. മോശയും ഏലിയാവും ഇറങ്ങി വന്ന് അവർ ഇസ്രായേലിൽ പ്രവചിച്ചു തുടങ്ങുകയും നിങ്ങൾ ക്രൂശിൽ തറച്ച കൊന്ന കർത്താവ് തന്നെയാണ് മശിഹ, അവനാണ് ദൈവപുത്രൻ എന്ന് പറഞ്ഞ് അവരോട് ആലോചന പറയുവാനൊക്കെ ഇടയായിത്തീരും. അങ്ങനെ അവസാന സമയത്ത് അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള വാക്തത്വ പ്രകാരം ഇസ്രായേൽ യഹൂദന്മാർ എല്ലാവരും ഈ യേശുവിൽ വിശ്വസിക്കുവാനിടയായിത്തീരും. തങ്ങൾ കുരിശിൽ തറച്ച കൊന്ന കർത്താവ് തന്നെയാണ് ഞങ്ങളുടെ മശിഹ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനിടയാകും. ആ സമയത്ത് തന്നെ ഇസ്രായേലിനെതിരെ ജാതികളും എതിർ ക്രിസ്തുവും ശക്തമായ നിലയിൽ അവരെ ഇല്ലാതാക്കുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കടന്നു വരുവാനിടയാകും. അങ്ങനെ കർത്താവിനെ നിലവിളിച്ച് അപേക്ഷിക്കുവാനിടയായി തീരുമ്പോൾ കർത്താവ് മേഘങ്ങളിൽ ഇറങ്ങി വരുവാനായിട്ടിടയായി. മേഘങ്ങളിൽ കർത്താവും തൻ്റെ സഭയും ദൈവത്തിൻ്റെ ദൂതന്മാരും ഇറങ്ങി വന്ന് എതിർ ക്രിസ്തുവിനെയും ജാതികളെയും തോൽപ്പിച്ച് ഇസ്രായേലിന് ഒരു സമാധാനം വരുത്തുവാനിടയാകും. ഇസ്രായേൽ മേൽ ഇപ്രകാരമുള്ള യേശുവിനെ അംഗീകരിക്കുവാൻ തക്കവണ്ണം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് യാചനയുടെ ആത്മാവിനെ പകരുവാനിടയാകും. അവർ യേശുവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുവാനിടയായിത്തീരും. പഴയ നിയമത്തിൽ ഈ ഉത്സവം കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. അവിടെ പഴയ നിയമത്തിൽ അവരോട് കൂടെ വസിക്കുവാനായി ദൈവം ഇറങ്ങി വന്നു. അവൻ്റെ അടുക്കിലേക്ക് വരുവാനായി ദൈവം ചില ക്രമീകരണങ്ങൾ വരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്രകാരം അവൻ്റെ ഒരു വിശുദ്ധീകരണത്തെക്കുറിച്ച്, അവൻ്റെ അടുക്കൽ വരുന്ന ഒരു വിശുദ്ധീകരണത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ യഹൂദൻ അംഗീകരിക്കുന്ന ഒരു ദിനമുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദിനമുണ്ട്. ഒരുമിച്ച് യേശുവിനെ കൈക്കൊള്ളുവാനായിട്ടിടയായിത്തീരും. അവരുടെ മേലെ പരിശുദ്ധാത്മാവിനെ ധാരാളമായി പകർന്ന് അവർ നിലവിളിച്ച് അപേക്ഷിക്കുവാനിടയായിത്തീരും. അത് വിളിച്ചറിയിക്കുന്ന നിറവേറേണ്ടതായ ഒരു പ്രവചനമാണ് മഹാപാപ പരിഹാര പെരുന്നാൾ. അവസാനത്തെ കൂടാരപ്പെരുന്നാൾ. കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത് മരുഭൂമിയിൽ അവർ കൂടാരങ്ങൾ അടിച്ച് അവർ താമസിച്ചതിനെ കുറിച്ച് ഓർക്കുവാൻ വേണ്ടിയുള്ളതാണ്. ദൈവം അവരോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി വരികയും 1000 ആണ്ട് ദൈവം ഈ ഭൂമിയിൽ രാജാവായി വാഴുവാനായിട്ടിടയായിത്തീരും. ദൈവം നമ്മോട് കൂടെ. ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യമാണ് കൂടാരപ്പെരുന്നാൾ. ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു എന്നുള്ളത്. ഇനി അത് പ്രവചന നിവൃത്തിയാണ്. കർത്താവിൽ വിശ്വസിച്ച് ദൈവസഭയിൽ കടന്നു വരുന്നവരെല്ലാം ദൈവത്തോട് കൂടെ വസിക്കുകയും രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ഈ ഭൂമിയെ ദൈവത്തോട് കൂടെ കർത്താവിനോട് കൂടെ വാഴുവാനായിട്ടിടയാകും. 1000 ആണ്ടിന് ശേഷം ഈ ഭൂമി ആകാശവും കത്തിയഴിയുവാനായിട്ടിടയാകും. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നും എന്നേക്കും ദൈവത്തോട് കൂടെ വാഴുവാനായിട്ട് കഴിയും. പുതിയ ആകാശം പുതിയ ഭൂമിയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ആത്മീയ മുന്നേറ്റവും ദൈവകൃപയും പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ. ആഴമായി കർത്താവിൽ വിശ്വസിപ്പാൻ ഇടയാകട്ടെ. ഈ വചന സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാറ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ ഇടയാകട്ടെ. കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.